ഞാനിവിടെ കൂത്താട്ടുകുളത്ത് ഇത്രയും നാൾ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ സൈഡിൽ കൂടി പോയപ്പോഴാണ് ഞാൻ കണ്ടത്. നേരത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് കാരണം നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നില്ല. ഈ പള്ളിയും ബാക്കി കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ കാണുന്നത്. സ്വാഭാവികവശാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് തൊട്ട് മുമ്പ് എന്തായിരുന്നു നോക്കുമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയ പിക്ചറാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട് തൊട്ട് മുമ്പിൽ 2-3 കടകളൊക്കെ ഉണ്ടായിരുന്നു. ആ കടകളുണ്ടായിരുന്നപ്പം വെള്ളച്ചാട്ടം അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതെന്താണ് മറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ വീട് അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നപ്പോൾ എന്താണ് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം മറഞ്ഞിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ഇത് വളരെ ഇടുങ്ങിയൊരു സ്ഥലത്തോടെ ഒഴുകിപ്പോരുന്ന സാധനം ഈ വീട് മാറിക്കഴിഞ്ഞപ്പം എലാബറേറ്റായി വന്നതായിരിക്കാം. എന്താണേലും ഇത് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ ഈ പള്ളിയോട് ചേർന്ന്, ഈ പ്രതിമയോട് ചേർന്ന് ഒരു അടിപൊളി വെള്ളച്ചാട്ടമുള്ള പള്ളിക്ക് സമാനമായി തന്നെ, എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടമുള്ള പള്ളിയായിട്ട് വളരെ രസമാണ് ഇത്. ഈ ഒരു പ്രതിമ നേരത്തെ തന്നെ ഈ പള്ളിയെ പ്രശസ്തമാക്കിയിരുന്നു. ഇവിടെ നേർച്ചയിടാണ്ട് ആരും തന്നെ ഇതിൽ പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ഇതിൻ്റെ രാത്രി കാഴ്ച വളരെ മനോഹരമായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് ഈ പള്ളി കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. വെള്ളച്ചാട്ടം കൂടി വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ മനോഹാരിത ഇരട്ടിയായി എന്ന് പറയാനുള്ളൂ. ഇത്രയധികം വെള്ളം എവിടെ നിന്നാണെന്ന് വന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. പടിക്കെട്ടുകൾ മുകളിലേക്കുണ്ട്. എന്താണേലും അതിൻ്റെ മുകളിൽ കയറി ഒന്ന് നോക്കാൻ തീരുമാനിച്ച് ഞാൻ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ പോകാൻ വളരെ അപകടം ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. മുകളിലേക്ക് കയറിയപ്പോഴാണ് ആ ചെറിയ തോടും ആ തോട് വന്ന് ആ റോഡിൻ്റെ ഇപ്പുറത്തൂടെയുള്ള ആ സ്ഥലത്ത് അവരിത് ബ്ലോക്ക് ചെയ്ത് അതിനെ രണ്ടായിട്ട് തിരിച്ച് വെള്ളച്ചാട്ടം പാറയുടെ മുകളിലൂടെ ഒഴുകിയപ്പോഴാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ഇവിടെ വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് മനോഹരമായി തന്നെ ആ വെള്ളച്ചാട്ടം ഫുള്ള് കാണാൻ പറ്റും. വളരെ ചെറുതും വളരെ ഭംഗിയുള്ള ഇതിലെയൊക്കെ പാറപ്പുറത്ത് ചാടുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം. ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പണിപ്പെട്ടിട്ടാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. അതൊന്നുമില്ലാതെ വണ്ടി നേരെ നിർത്തി ആസ്വദിച്ച് കാണാൻ പറ്റുന്ന, ഫോട്ടോകളൊക്കെ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ഈ മീൻകുന്നം MC റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ ഇത്ര രസമുള്ളൊരു വെള്ളച്ചാട്ടം, ഇത്ര ചെറിയൊരു വെള്ളച്ചാട്ടം വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കപ്പുറം മീൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളിയും വെള്ളച്ചാട്ടവും ഉള്ളത്. മീൻകുന്നം കത്തോലിക്ക പള്ളി, അതാണ് എക്സാക്റ്റായിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും. MC റോഡ് വഴി പോകുന്നവർക്ക് മൂവാറ്റുപുഴ KSRTC കഴിഞ്ഞ് ആ കയറ്റം കയറി പോകുമ്പോഴാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടവും പള്ളിയും ഉള്ളത്. മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലും, കൂത്താട്ടുകുളത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുമായിട്ട് നല്ല അടിപൊളി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. എന്താണേലും ഈ മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വേനൽക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാ മനോഹാരിതയുമുള്ള വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ധൈര്യമായി പോയി കാണാം.